നമസ്കാരം. DMK-യിലും സഖ്യകക്ഷിയായ MDMK-യിലും ചർച്ചകൾ കൊഴുക്കുന്നു. വർഷങ്ങളായി DMK-യുടെ സഖ്യകക്ഷിയായ MDMK പാർട്ടിയുടെ പിന്മാറ്റമാണിപ്പോൾ ചർച്ചയാകുന്നത്. ഇതിന്റെ ഭാഗമായി MDMK പ്രസിഡിയം ചെയർമാൻ ഓഡിറ്റർ അർജുന രാജിന്റെ അധ്യക്ഷതയിൽ ചെന്നൈയിലെ AGMRലെ പാർട്ടി ആസ്ഥാനത്ത് MDMK ഉന്നതതല സമിതിയുടെ യോഗം നടക്കുന്നത്. പാർട്ടി ജനറൽ സെക്രട്ടറി വൈക്കോ, ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിമാരായ റോക്കയ്യ, ഭൂമിനാഥൻ, ജീവൻ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്ന ഉന്നതതല സമിതി ഭാരവാഹികളിൽ ഉൾപ്പെടുന്നു. 2017 മുതൽ ഏകദേശം 9 വർഷമായി DMK സഖ്യത്തിൽ തുടർന്നു പോരുന്ന വൈക്കോ നാളെ നടക്കുന്ന ജനറൽ കൗൺസിൽ യോഗത്തിൽ സഖ്യത്തിൽ നിന്നുള്ള പാർട്ടിയുടെ പിന്മാറ്റം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. നാളത്തെ ജനറൽ കൗൺസിൽ യോഗത്തിൽ പാസാക്കേണ്ട പ്രമേയങ്ങൾ, അവ വായിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ, DMK സഖ്യത്തിൽ നിന്ന് പുറത്തുപോകാനുള്ള തീരുമാനം എന്നിവ ചർച്ച ചെയ്യുന്നതിലാണ് ഇന്നത്തെ ഉന്നതതല സമിതി യോഗം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അണ്ണാനഗറിലെ വിജയശ്രീ മഹലിൽ നടക്കുന്ന ജനറൽ കൗൺസിൽ ശേഷം ഉച്ചകഴിഞ്ഞ് 3:30 മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുമെന്ന് വൈക്കോ അറിയിച്ചു. ദ്രാവിഡ മുന്നേറ്റ കഴകത്തിന്റെ സഖ്യകക്ഷിയായ MDMK തെരഞ്ഞെടുപ്പുകളിൽ പലപ്പോഴും ഒരുമിച്ച് മത്സരിക്കാറുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ DMK സഖ്യത്തിലെ 4 മണ്ഡലങ്ങളിൽ ഉദയസൂര്യൻ ചിഹ്നത്തിൽ MDMK മത്സരിക്കുകയും അവയിൽ 2 മണ്ഡലത്തിൽ വിജയം നേടുകയും ചെയ്തു. കടയനല്ലൂർ മണ്ഡലത്തിൽ നിന്ന് രാജേന്ദ്രൻ, സിർക്കാഴി മണ്ഡലത്തിൽ നിന്ന് സെന്തിൽ സെൽവൻ എന്നിവരായിരുന്നു വിജയിച്ച സ്ഥാനാർത്ഥികൾ. അതേസമയം ഇന്നത്തെ ഉന്നതതല സമിതി യോഗത്തിലേക്ക് MDMK MLA-മാരായ ഇരുവരും ഔദ്യോഗികമായി ക്ഷണിച്ചിരുന്നു. എന്നിരുന്നാലും കടയനല്ലൂർ MLA രാജേന്ദ്രൻ മാത്രമാണ് യോഗത്തിൽ പങ്കെടുക്കാൻ എത്തിയത്. സിർക്കാഴി MLA സെന്തിൽ സെൽവൻ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു. DMK-യിൽ നിന്ന് പുറത്തു കടക്കാൻ MDMK ആവശ്യപ്പെട്ടു എന്നാണ് സെന്തിൽ സെൽവൻ പറയുന്നത്. MDMK MLA-മാർ സ്ഥാനങ്ങൾ രാജിവെച്ചേക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതിനിടെ സെന്തിൽ സെൽവൻ ഇന്നത്തെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്.